വെൽക്കം ടു അഗ്രോട്ടീൻ ലാബ്സ്. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഡെമോ മഷ്റൂം ഫാമാണ്. ഒരു മഷ്റൂമിന് ഗ്രോത്തിന് വേണ്ടിയിട്ട് നമുക്ക് 3 പാരാമീറ്റേഴ്സാണ് മെയിനായിട്ട് വേണ്ടത്: ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി ആൻഡ് കാർബൺ ഡയോക്സൈഡ്. അപ്പോൾ ഈ പാരാമീറ്റേഴ്സ് എല്ലാം ഉള്ള ഒരു എൻവയോൺമെൻറ്റാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഡെമോ ഫാമിലുള്ള മെഷീനറീസ് നമുക്ക് കാണാം. ഇതിൽ നമുക്കൊരു ഹ്യൂമിഡിഫയർ ഉണ്ട്, ഒരു എക്സോസ്റ്റ് ഫാൻ 2 ഉണ്ട്, പിന്നെ ഹീറ്ററും ഉണ്ട്. ഇതാണ് നമ്മുടെ ഈ എൻവയോൺമെൻറ്റിലുള്ള മെഷീനറീസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ മെഷീനറീസ് പറയുന്നത്. അടുത്തായിട്ട് നമ്മുടെ ഈ കൺട്രോൾ സിസ്റ്റമാണ്. കൺട്രോൾ സിസ്റ്റത്തിൽ നിന്നുള്ള സെൻസർ നമ്മൾ താഴെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ഫാമിന് വേണ്ടുന്ന 3 പാരാമീറ്റേഴ്സ്: ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, CO2 നമുക്കിതിൽ മെഷർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ ഫാമിൻ്റെ എല്ലാ മെഷേഴ്സും നമുക്ക് ഓട്ടോമാറ്റിക്കലി കൺട്രോൾ ചെയ്യാൻ ഈ കൺട്രോൾ സിസ്റ്റം ഹെൽപ്പ് ചെയ്യും. ഇത്രയൊക്കെയാണ് നമ്മുടെ കൺട്രോൾ സിസ്റ്റത്തിനെ കുറിച്ച് പറയാനുള്ളത്. നമ്മുടെ ഫാമുകളിൽ ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫാമിലുള്ള എല്ലാ കാര്യങ്ങളും തത്സമയം അറിയാനും പറ്റും. അതുപോലെ തന്നെ നമുക്ക് കൃത്യമായ അലേർട്ടുകൾ ലഭിക്കും. നിങ്ങൾ ഫാമില്ലാത്ത സമയത്ത് കാലാവസ്ഥ നിരീക്ഷിക്കാനും യന്ത്രങ്ങളെ കൺട്രോൾ ചെയ്യാനും ഈ IoT സിസ്റ്റം നമ്മളെ സഹായിക്കുന്നു. ഇത് കൃഷി രീതി എളുപ്പമാക്കുകയും വിളവുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ എവിടെ ആണെങ്കിലും നിങ്ങളുടെ ഫാമിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഈ സ്മാർട്ട് IoT സിസ്റ്റത്തിലൂടെ നിങ്ങൾക്ക് നിയന്ത്രിക്കുകയും കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യാം. ഫാമിലുണ്ടാകുന്ന പെട്ടെന്നുള്ള മാറ്റങ്ങളെക്കുറിച്ച് ആദ്യം നിങ്ങൾക്ക് ഒഴിവാക്കാം. ഓൺലൈൻ മോണിറ്ററിങ്ങിലൂടെ എല്ലാം നിങ്ങളുടെ വിരൽ തുമ്പിൽ. അതുപോലെ തന്നെ വൈദ്യുതി ഉപയോഗം നമുക്ക് തത്സമയം നിരീക്ഷിക്കാൻ സാധിക്കുന്നു. അതിലൂടെ ഫാമിലുണ്ടാകുന്ന പവർ ഫെയിലിയറുകൾ അപ്പോൾ തന്നെ കർഷകനെ അറിയിക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സ്. ഇനി 24 മണിക്കൂറും ഫാം നമ്മളുടെ നിരീക്ഷണത്തിലായിരിക്കും.